Welcome back to Sudhi's Cookhouse. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ബജിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു കോളിഫ്ലവർ ഞാനിവിടെ വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. കോളിഫ്ലവർ നല്ല കഷ്ണങ്ങളാക്കി ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. കോളിഫ്ലവർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു 5-6 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താലും മാത്രം മതി. ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം. വെള്ളമൊക്കെ തോരാനായിട്ടും ചൂട് മാറാനായിട്ടും മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടലമാവാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പ് കടലമാവ് എടുക്കുക. അതിനാവശ്യമായിട്ടുള്ള മസാലകളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പൂൺ ഇട്ട് നോക്കുമ്പോൾ ഇതുപോലൊരു കോട്ടിങ് സ്റ്റേറ്റിൽ വേണം കിട്ടാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കഷ്ണങ്ങൾ മുക്കി നമ്മൾ നല്ലതായിട്ട് കോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഇതിലേക്ക് മാവിലേക്ക് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്ന് മുക്കി കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് കൈ കൊണ്ടിട്ട് കൊടുക്കുമ്പോഴാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം കഷ്ണങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആവശ്യമില്ലാത്ത മാവ്, അതായത് എക്സസ് ആയിട്ടുള്ള മാവ് നമ്മളൊന്ന് തട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം വെളുത്തുള്ളിയോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പം നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ്. നമ്മൾ തട്ടുകടകളിലൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഈ സെയിം മാവ് ഉപയോഗിച്ച് നമുക്ക് വേറെ എല്ലാ ബജികളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ മുട്ട ബജിയുടെ റെസിപ്പി കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കോളിഫ്ലവർ ബജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.